ഓക്കെ, ഒന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടട്ടെ. വെയിറ്റ്, സ്കെയറി ടീച്ചറേ. ഗായ്സ്, ഇത് വലിയ ശല്യമായിക്കോണ് ഗേസ്. ഇതിപ്പോൾ സ്കെയർ ടീച്ചറിൻ്റെ സ്ഥിരം പരിപാടിയാണ് പുള്ളിക്കാരി എന്തെങ്കിലുമൊക്കെ നമുക്കിട്ട് ഒന്ന് പണിതിട്ട് പോകും ഗീസ്. എന്തായാലും നമ്മൾ ഈ പരിധിയും കാര്യങ്ങളൊക്കെ നമ്മുടെ പോലീസുകാരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗീസ്. പക്ഷേ അവരിതിലോട്ട് ഒന്നും ചെയ്തിട്ടില്ല ഗീസ്. 2-3 പ്രാവശ്യം ഭീഷണിപ്പെടുത്തി ഗീസ്. പക്ഷേ വീണ്ടും വേണ്ടി ഈ പുള്ളിക്കാരത്തിങ്ങളൊക്കെ നമുക്ക് പണി നിന്നുകൊണ്ടിരിക്കുകയാണ് ഗീസ്. ഓക്കെ, എന്തായാലും ഇനിയും കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പോലീസിനോട് പറഞ്ഞിട്ട് കാര്യമില്ല ഗീസ്. നമുക്ക് എന്തായാലും തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലെ പോലീസിനോടും കാര്യങ്ങളൊക്കെ പറയാം ഗീസ്. ഇനിയിപ്പോൾ വേറെ വരിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ടോണിയെ കാണൊക്കെ വിളിച്ച് കാര്യം പറയാം ഗീസ്. നമ്മൾ ടോണിനെ വിളിച്ചിട്ടുണ്ട്. ഹലോടാ, അങ്ങനെ ഫൈനലി സംഭവം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഗീസ് അവൻ്റെ അടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഗീസ് അവനെ വല്ലതും ചെയ്യാൻ പറ്റുമോ നോക്കാം ഗീസ്. എന്തായാലും അവിടുത്തെ പോലീസുകാർ ഇത് ഗൗരവമായിട്ട് എടുക്കുമെന്ന് അറിയത്തില്ല ഗീസ്. നമ്മൾ ഇത് സ്കെയറി കൊല്ലൂടാ, അത് കൂട്ട് സാധനമാണ്. എന്തായാലും കേസ് നോക്കുവാണെങ്കിൽ നമ്മളെ ഫ്രാങ്കിലും ഞാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവനെന്തോ സംഭവം ഉണ്ടെന്ന്, സ്കെയർ ടീച്ചർ എന്തോ പണിതെന്നൊക്കെ പോലീസുകാരോടൊന്ന് പറയാമെന്ന്. അവിടുത്തെ പോലീസ് കൊള്ളത്തില്ലെന്നൊക്കെ. എന്തായാലും കേസ് അവിടെ ഫ്രാങ്കിൾ പറ്റ ഒരു കാര്യം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റൂ കേസ്. നമ്മളിതാണ്ട് കേസ് നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് ഞാനൊക്കെ പോവാണ് കേസ്. സ്കെയർ ടീച്ചറിനെ ഒരു പണി തന്നെ കൊടുക്കണം കേസ്. ഇവിടുത്തെ പോലീസുകാരൊക്കെ സീനാണ്. പിന്നെ പറയുന്നതിന് മുമ്പ് തന്നെ പരിപാടി തീർത്തരും. ഇത് കൂട്ട ആൾക്കാരാണ് കേസ് ഇവിടുത്തെ പോലീസുകാരൊക്കെ. നിങ്ങൾക്ക് അറിയുമെന്ന് അറിയത്തില്ല, എനിക്കറിയാം. പക്ഷേ എന്തായാലും ഫൈനൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഇപ്പോൾ പോലീസുകാരോട് ചെന്ന് പറയാൻ കേസ്. ഓക്കെ, നമുക്ക് മാസ്കുകൾ ചികിത്സിച്ചോ അതോ കൂളായിട്ട് തീർച്ചയാണോ? നമ്മൾ മാസ്കുകൾ ചികിത്സിച്ചില്ലെങ്കിൽ അതൊക്കെ അത്ര ഇറക്കട അങ്ങോട്ട്. എന്തായാലും എന്ത് ചെയ്യും? അതാണ്ട് അവിടെ ഒരുത്തം കൈ കെട്ടിയിരിക്കുന്നു, ഇവരൊക്കെ മയ്യൊക്കെ ഇരിക്കുന്നു. ഇവരെ ഇവനോട് തന്നെ ചെന്ന് നമുക്ക് സംസാരിക്കും കേസ്. ഹലോ സാർ, ഹലോ സാർ, ഹലോ സാർ. എടാ, നിനക്കെന്നാ പറഞ്ഞ വിളി കേട്ടൂടെ? എടാ, എന്നെയായി വിളിക്കുന്നത്? നീക്ക് ഉറങ്ങാൻ വന്നിരിക്കുന്നതാണോ കേസ്? അയ്യോ, പണിയായോ? വേണ്ടായിരുന്നു. എടാ, താണ്ടർ വെടിവെക്കുന്നോളാ. ഇടുതാണ്ടോ എല്ലാവരും ഉറങ്ങിയിടാം. ഞാൻ ഒരു ഫണ്ട് ചെയ്തല്ലേ, നിങ്ങളിതൊക്കെ ഇന്ന കാര്യമായിട്ട് എടുക്കുന്നത്. കേസ് വേണ്ട കേസ്, മാസ് മൂഞ്ചിപ്പോയി. നമുക്ക് ഇതായാലും കേസ് പെട്ടെന്ന് ഇങ്ങോട്ട് ഊട്ടിച്ചിടാം കേസ്. ഇത് പണിയാവും കേസ്. ഫ്രാങ്കിൾ എന്നെ തന്നെ വിളിക്കാൻ പറ്റുള്ളൂ കേസ്. ഇത് ഇങ്ങോട്ടേക്ക് വഴി തീർന്നു കേസ്. നമ്മളിപ്പോൾ എങ്ങോട്ട് വിടും? എടാ, ഈ പോലീസ് വണ്ടിയൊക്കെ ഉണ്ട് അകത്ത് എറിയുന്നത്. എടാ, നമ്മളെ പിടിക്കാൻ വന്നാൽ നമ്മുടെ പോലീസ് വണ്ടി വരെ. എൻ്റെ പൊന്നി കേസ്, ഇത് പണിയാവും. ഫ്രാങ്കിളിനെ പെട്ടെന്ന് വിളിക്കണം കേസ്. ഫ്രാങ്കിളിനെ മാറി എന്നിട്ട് എങ്ങനെ വിളിച്ച് കാര്യം പറയണം കേസ്. ഇതെന്തായാലും പണിയാവും കേസ്. ദാണ്ട് കേസ് രണ്ടുപേരും നിൽക്കുന്നു. നമുക്ക് ഇവരെ എങ്ങനെ ഇടിച്ചിടാൻ നോക്കാം കേസ്. ഓക്കെ, കഴുത്തിനടിച്ചിട്ടും നീയും കൂടെ അങ്ങോട്ട് മാറിയിക്കാം ഗായ്സ്. നമുക്കിട്ട് നല്ല രീതിയിൽ അടി തരുന്നുണ്ട് കേസ്. ഓക്കെ, ഇങ്ങനെ ഫൈൽ അവനെ അടിച്ചിട്ടുണ്ട്. എന്നാലും കേസ് നമുക്കൊരു വടിയും കാണൊക്കെ ഇവരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേസ്. ഓക്കെ, എന്നാലും നോക്കുവാണെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഗേസ് നിറച്ച് പോലീസ് ലാത്തിയും തോക്കുമൊക്കെ പിടിച്ചിരിക്കുകയാണ്. ഇതാണ്ട് കേസ് വെടിവെക്കുന്നു. ഇനിയിപ്പോൾ രക്ഷയില്ല കേസ്. എന്തായാലും വീഡിയോ തുറക്കുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ടേക്ക് വടി പിടിച്ച് കയറിച്ചാലും കേസ്. അതൊക്കെ അത്രേ ഉള്ളൂ. നമുക്ക് മാസ് കളിക്കാം കേസ്. മാറിയിക്കണം അങ്ങോട്ട്. എന്താ നിനക്കൊക്കെ ഗേസ്? അയ്യോ ഗേസ്, നടീസ് വരും. അടിപൊളി. എന്തായാലും ഈ നോക്കുകയാണെങ്കിൽ ടോണി വല്ലതും ചെയ്തോ ആവോ, ദൈവത്തിനറിയാം. വെയിറ്റ്, ആരോട് വിളിക്കുന്നല്ലോ? ടോണിയാണല്ലോ. ടോണി, പറയണ എന്താ? എന്തായാലും കേസ് നമ്മൾ ടോണിയും കണക്കാണ് കേസ് വിളിച്ചത്. നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോകണം. അവൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടെ പോലീസുകാർ അവനെ പിടിച്ച് ജയിലിലിട്ടെന്ന് ഗീസ്. അവൻ ഇച്ചിരി കുരുത്തക്കേട് കൂടുതലാണ് ഗീസ്. അവൻ എന്തെങ്കിലും പണി ഒപ്പിച്ച് കാണും. എന്തായാലും ഗീസ് നമ്മളൊരു സീനിയർ ഓഫീസറും കണക്ക് നമ്മുടെ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ആയിക്കൊണ്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പുള്ളിക്കാരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരങ്ങളൊക്കെ അവിടെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാമെന്നാണ് ഗീസ് പറഞ്ഞത്. പുള്ളിക്കാരൻ പറഞ്ഞാൽ പിന്നെ ചെയ്യാതിരിക്കാൻ അവർ എന്തായാലും ചെയ്യുമായിരിക്കും കേസ്. എന്തായാലും നമുക്ക് ഇയാളെയും കൂട്ടി പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലോട്ട് ഞങ്ങൾക്ക് പോകാൻ കേസ്. ഇനിയിപ്പം ഈ പുള്ളിക്കാരനെ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ കേസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ ഈ സീനിയർ ഓഫീസറിനും കണക്കെ വല്ലതും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അറിയാവുന്ന കാരണമാണ് ഈ പുള്ളിക്കാരൻ വന്നില്ല. പെട്ടെന്ന് നമ്മളുമായിട്ട് ചെറിയ കമ്പനി ഉണ്ട് കേസ്, അത് കാരണമാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം കേസ്. ഇച്ചിരി സമയം എടുക്കും അവിടെ ചെല്ലാൻ വേണ്ടി കേസ്. അവൻ ഇച്ചിരി കുരുത്തക്കേട് കൂടുതലാണ് കേസ്. അവൻ എന്തെങ്കിലും ഒന്ന് കാണിച്ച് കാണും കേസ്. എന്തായാലും അങ്ങനെ ഫൈനലി നമ്മളും പോലീസുകാരനും ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേസ്. നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോയിൽ പോലീസ് സ്റ്റേഷനും ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫസ്റ്റ് ടൈം അങ്ങനെ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോയിലോട്ട് വന്നു ഗീസ്. ടോണി അങ്ങോട്ട് വരുന്നതല്ലാതെ നമ്മൾ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു ഗീസ്. ഫസ്റ്റ് ടൈമാണ് ഗീസ് നമ്മൾ അവൻ്റെ സ്ഥലങ്ങളിലേക്ക് എത്തിയത്. എന്തായാലും നോക്കുവാണെങ്കിൽ ഇതുങ്ങളൊക്കെയാണ് ഗീസ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ. എന്തായാലും പോലീസുകാരൻ പുറകെ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ടോണി എന്ന് പറയുന്ന ഒരാൾ നിങ്ങൾ ജയിലിൽ പിടിച്ചിട്ടായിരുന്നു. ഓക്കെ ഗീസ്, നോക്കുവാണെങ്കിൽ ടോണിയും കാര്യങ്ങളൊക്കെ എവിടെ ഉണ്ടെന്നാണ് ഗീസ് പറഞ്ഞത്. ഗീസ് ഫ്രാങ്കിൾ എന്താണ് ഗീസ് ഒരുമാതിരി നെഞ്ചു പിരിച്ചിരിക്കുന്നത്? എന്തായാലും ഗീസ് ടോണി എവിടെയാണ് ഗീസ്? സാർ ടോണി, ഓക്കെ ഗീസ് അവിടുത്തെ ലാസ്റ്റ് ജയിലിലും കാര്യമൊക്കെ ഉണ്ടെന്നാണ് ഗീസ് പറഞ്ഞത്. ഇവിടുത്തെ ലാസ്റ്റ് ജയിൽ ഏതാണ്? ഈ ലാസ്റ്റ് ജയിൽ പോട്ടെ, 3-മത്തെയോ 4-മത്തെ ജയിലിൽ അതാണ്ട് ഗീസ് ടോണി കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ജയിലിൽ തന്നെയാണ്. എടാ ടോണി, നീ എന്നാടാ കാണിച്ചത്? ഞാൻ ഒന്ന് മാസ് കളിച്ചാടാ, എങ്ങനെയും പുറത്താക്കടാ പ്ലീസ്, രക്ഷിക്കണേ. എന്തായാലും കേസ് നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഗീസ് അവരുടെ മാസുകൾ കൂടുതലായിരുന്നു. എന്തായാലും കേസ് ഞാനും പോലീസുകാരനും ഇവിടെ കാരണം നമ്മുടെ സീനിയർ പോലീസുകാരനോടുമായിട്ട് പറയുന്നുണ്ട് ഗീസ്. എന്തായാലും പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറയുന്നത് സമ്മതിക്കുന്നില്ല ഗീസ്. അയാൾ 2-3 പോലീസുകാർ തല്ലിയെന്നൊക്കെയാണ് പറയുന്നത്.
പറയുന്നത്. അതായത് നമ്മളിവിടെ കാലെ പിടിച്ച് വീഴുന്നുണ്ട് ഗീസ്, അവൻ്റെ മാസ് കാരണമാണ് ഗീസ്. എന്ത് പറയാനാണ് ഗീസ് അവൻ്റെ ഒരു മാസ്. എന്തായാലും ഗീസ് ഫൈനലി പുള്ളിക്കാരങ്ങളൊക്കെ സമ്മതിച്ചിട്ടുണ്ട് ഗീസ്. പക്ഷേ അതിനൊരു പുള്ളിക്കാരൻ ഡിമാൻഡ് കണക്ക് പറയുവാണ് ഗീസ്, നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിറ്റിയിലും കണക്ക് ഇവർക്ക് വേണ്ടി രണ്ടാമത് പോലീസ് സ്റ്റേഷൻ നമ്മൾ പണിത് കൊടുക്കുവാണ്, ടോണിനും കണക്ക് വിടാനാണ് ഗീസ് പറഞ്ഞത്. എന്തായാലും നമ്മളത് സമ്മതിച്ചുള്ള കാരണങ്ങളൊക്കെ തന്നെ ടോണിനും കണക്ക് വിട്ടിട്ടുണ്ട് ഗീസ്. ഡിമാൻഡ് പോലീസ് സ്റ്റേഷൻ പണി ഗീസ്, അത്ര നിസ്സാരമൊന്നും അല്ല ഗീസ്. ഒരു പോലീസ് സ്റ്റേഷൻ പണി നല്ല ചിലവും കാണിക്കാവും, അത് പണിയും നല്ല പണിയുമാണ് ഗീസ്. എന്തായാലും ഇവർക്ക് വേണ്ടി അത് ചെയ്ത് കൊടുക്കുവാണ് ടോണിനെ വിടാമെന്ന് പറഞ്ഞ് ഗീസ് വിട്ടിട്ടുണ്ട്. അതില്ലെങ്കിൽ ടോണിക്ക് വല്ലതും പണിയും കിട്ടുള്ളൂ. അത് കാരണം പിന്നെ നമുക്ക് എന്തായാലും ചെയ്യാതിരിക്കാനും പറ്റില്ല. 2-3 ദിവസം ജയിലിടുവാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ഒത്തിരി ദിവസം കണക്ക് ഇടും ഗീസ്. എന്തായാലും നമുക്കിനിയിപ്പോൾ ഫൈനലി ഇവർക്ക് വേണ്ടി രണ്ടാമത് പോലീസ് സ്റ്റേഷൻ കണക്ക് നമുക്ക് ഇന്ത്യൻ ഗ്രാൻഡ് സിറ്റി പണിത് കൊടുക്കണം ഗീസ്. ഇന്ത്യൻ ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലെ പോലീസ് സ്റ്റേഷനുകളിലേക്ക് ഇങ്ങോട്ടേക്ക് പണിയാണ് ഗീസ്. എന്തായാലും നമ്മൾ ഫൈനലി അവിടെ നിങ്ങൾക്ക് വന്നപ്പോൾ നല്ല മഴയായിട്ടുണ്ട് ഗീസ്. ഓക്കെ എന്തായാലും ഗീസ് നമ്മുടെ പോലീസുകാരനെ ഞങ്ങൾക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഗീസ്. അത് നിങ്ങൾക്ക് വരുമ്പോൾ നമുക്ക് പോയി എടുക്കണം ഗീസ്. ഓക്കെ പുള്ളിക്കാരൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത്രയും ഗീസ് നല്ല പോലീസുകാരൻ കഴിക്കാട്ടോ ഗീസ്. ഇയാൾ ഇത് കൂട്ട് പോലീസിനാണ് നമുക്ക് ആവശ്യം നമ്മുടെ സിറ്റിയിൽ. എന്തായാലും ഗീസ് ഇനി നമുക്ക് എന്തായാലും വെയിറ്റ് ഗീസ്, ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടല്ലോ, ഓർഡർ ചെയ്ത സാധനം വന്നു എന്ന് തോന്നുന്നു. എന്തായാലും ഗീസ് ഇവരെ കൊണ്ടുപോയി വേണം എന്തായാലും നമുക്ക് കയറി നോക്കട്ടെ ഗീസ്. ഇവരെ കൊണ്ടുപോയി വിട്ടിട്ട് വേണം നമുക്ക് സാധനം എടുക്കാൻ പോകാൻ. ഓക്കെ ഫൈനലി താണ്ട് ഗീസ് കുറേ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഗീസ്. ഇതും കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകണം. എന്തായാലും ഫസ്റ്റ് തന്നെ ഗീസ് നമുക്ക് ഇവരെ കൊണ്ടുപോയി വിട്ടിട്ട് നേരെ സാധനം എടുക്കാൻ വേണ്ടി പോകാം ഗീസ്. ഓക്കെ എന്തായാലും ലൈക്ക് അടിക്കുക പവറാക്ക്. എന്തായാലും ഗീസ് അങ്ങനെ ഫൈനലി നമ്മുടെ ബൈക്ക് എടുത്തുകൊണ്ട് നേരെ സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഗീസ്. ഓക്കെ എന്തായാലും ഏതോ റാമ്പൊക്കെ കയറുവാണെങ്കിൽ ഇതൊക്കെ എടുക്കാം. ഭയങ്കര പാട് പിടിച്ച പരിപാടിയാണ് ഈ ടോണിയുടെ ഒരു കഴപ്പ്. എന്തായാലും ഗീസ് അങ്ങനെ ഫൈനലി നമ്മൾ റാമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. മീൻസ് ഈ റാമ്പും കാലൊക്കെയാണ് ഈ നമുക്ക് കയറി എടുക്കേണ്ടത്. ഇതിൻ്റെ മണ്ടലും കാലൊക്കെയാണ് ഈ സാധനം ഇരിക്കുന്നത്. എന്തിനാണോ ഇത്ര മണ്ടലൊക്കെ കയറി ഇരിക്കുന്നത്? പിന്നെ പോലീസിൻ്റെ സാധനങ്ങളൊക്കെ അല്ലേ. എന്തായാലും ഗീസ് അങ്ങനെ ഫൈനലി നമ്മൾ സ്ഥലത്തുങ്ങളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇതുങ്ങളൊക്കെയാണ് ഈ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ. ഇതുങ്ങൾക്ക് മറ്റേ കണ്ടെയ്നർ കയറ്റിയിടുവാണ് ഗീസ്. ഇനി നമുക്ക് അടുത്ത സാധനം എടുക്കാൻ വേണ്ടി പ്ലെയിനിൽ കയറി വേറെ സ്ഥലത്ത് പോകണം ഗീസ്. ഇതൊക്കെ പണിയാണ് ഗീസ്. അങ്ങനെ അത് കണ്ടെയ്നർ കയറി വിട്ടിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഗീസ്. പറഞ്ഞ പോലെ നമ്മൾ മഴയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് ഗീസ്. എന്ത് ഫായത്തിന്. ഇനി നമുക്ക് ഈ പ്ലെയിനെ കയറി വേറെ സ്ഥലത്ത് ഒത്തിരി സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാനുണ്ട് ഗീസ്. ഇതെല്ലാം ചെയ്തിട്ട് വേണം ഈ പോലീസ് സ്റ്റേഷൻ പണിയാൻ. എന്ത് പാടുപടിച്ച പരിപാടിയാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരു പുതിയ പോലീസ് സ്റ്റേഷൻ വരുമല്ലോ, നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും ഗീസ്. എന്നാലും അതിനുവേണ്ടിയാണ് ഈ നമ്മൾ ഇത് ചെയ്യുന്നത് തന്നെ. ഓക്കെ എന്തായാലും നമുക്കിവിടെ സഹായമാവുമല്ലോ. എന്തായാലും ഗീസ് നമുക്ക് ഇനിയിപ്പോൾ ഈ പ്ലെയിൻ എടുത്തുകൊണ്ട് നേരെ നമുക്ക് വേറെ സിറ്റി പോയി സാധനങ്ങൾ എടുക്കണം. പിന്നെ ഇന്ത്യൻ തെഫ്റ്റോട്ട് പോയി ഇത്തിരി സാധനങ്ങൾ എടുക്കണം. അങ്ങനെ ഗീസ് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഗീസ്, ഒത്തിരി ദിവസത്തെ നമ്മുടെ കഷ്ടപ്പാടിന് ശേഷം ഗീസ് നമ്മളൊരു ഇതുങ്ങളൊക്കെ പണിതിട്ടുണ്ട്. ഈ പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ വെഹിക്കിളൊക്കെ വന്നിട്ടുണ്ട്. നോക്കുവാണെങ്കിൽ നമ്മുടെ സീനിയർ ഓഫീസർ ഇവിടെ ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ടോണി ഇവിടുത്തെ ഒരു ഓഫീസർ ആവാൻ വേണ്ടി പോവുകയാണ് ഗീസ്. എൻ്റെ മോൻ എനിക്ക് വിശ്വസിക്കാനും പോലും പറ്റുന്നില്ല. ഇവിടുത്തെ ഡ്രൈവറായിട്ട് കയറിയിട്ടുണ്ട് ഗീസ്. ഓക്കെ ടോണിക്ക് ആ പണി വേണം ഗീസ്. എന്തായാലും ടോണിക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതാണ്. ഞാൻ തന്നെയാണ് ഈ അവനെ പിടിച്ച് അതിന് കയറ്റിയത്. അവന് മടിയായിരുന്നു. എന്തായാലും നോക്കുവാണെങ്കിൽ ചില ഫർണിച്ചറും പോലീസുകാരും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്തായാലും നോക്കുവാണെങ്കിൽ നമ്മൾ ഒരു നിലയും കൂടി ആയിട്ടാണ് ഈ സെറ്റ് ആക്കിയിരിക്കുന്നത്. ഓക്കെ എന്തായാലും ഗീസ് കൊള്ളാലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഗീസ് നമ്മുടെ ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലെ മറ്റേ എന്താണ് ഇതിൻ്റെ പേര്, ഗെയിമിൻ്റെ പേര് ഇതിൻ്റെ പേര് ടോണിയുടെ സിറ്റിയുടെ പേര് ഞങ്ങൾക്ക് ഞാൻ മറന്നു പോകും ഗീസ്. എന്നാലും ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലെ ഇത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഗീസ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് ക്ഷമിക്കുന്നുണ്ടോ, മറന്നു പോകുന്നതാണ് അവിടെ. എന്തായാലും ഗീസ് അങ്ങനെ നമ്മൾ ഫൈനലി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കുവാണ് ഇവിടെ ഫുള്ള് ഒരു സെക്കൻഡ് ഫ്ലോറും കൂടെ നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട് ഗീസ്. അത് കാരണം അവർക്ക് ഭയങ്കര സന്തോഷമായി ഗീസ്. ഓക്കെ എന്തായാലും നമ്മൾ ജയിലും കാര്യങ്ങളൊക്കെ ഇവിടെ 2 ഇതും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ പണിത് നോക്കി. നോക്കുവാണെങ്കിൽ ഇവിടെ കണക്കാണ് ജയിൽ, അവിടെ മെയിൻ സ്ഥലം ഗീസ്. ഓക്കെ ഇവിടെ പോലീസുകാരൊക്കെ ഇവിടുത്തെ ജയിലിൻ്റെ ഇതായിട്ടൊക്കെയാണ് ഞാൻ നമ്മൾ സെറ്റാക്കിയേക്കുന്നത്. ഓക്കെ നോക്കുവാണെങ്കിൽ ഇതുങ്ങളൊക്കെയാണ് ഈ ജയിലായി. ഗ്രാൻഡ് തെഫ്റ്റ് ഓട്ടോ സിറ്റിയിലെ അതുപോലെ തന്നെയാണ് നമ്മൾ ഏകദേശം പണിതേക്കുന്നത്. പക്ഷേ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ഗീസ്. ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗീസ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഗീസ്. ഇത് എന്താണെന്ന് എനിക്കും മനസ്സിലായില്ല. നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തവരുടെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ഗീസ്. ഓക്കെ ഇവിടെ അവിടുത്തെ പോലെ തന്നെ ചെയ്താണെന്ന് തോന്നുന്നു ഗീസ്. എന്തായാലും ഒരു ബിൽഡിങ്ങിലോട്ട് കൂട്ടിമുട്ടിച്ചിങ്ങനെയൊക്കെയാണ് ഗീസ് പണിത് വെച്ചേക്കുന്നത്. ഇനിയിപ്പം ഈ ബിൽഡിങ്ങിൽ നിന്ന് അപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലോട്ട് പോകാം ഗീസ്. എന്ത് പറയാനാണ് ഗീസ്. എന്തായാലും ഗീസ് സബ്ബിയെ പവറാക്കുക ഗീസ്. ഓക്കെ എന്തായാലും നോക്കുവാണെങ്കിൽ ഇവിടെ ഇനിയിപ്പോൾ എന്താണ് ഗീസ് ഉള്ളത്. എന്തായാലും നമ്മുടെ പോലീസ് സ്റ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണം ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെടുക.